2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കനത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പേരാവൂർ. പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും വീണ്ടും നേർക്കുനേർ വരുന്നു എന്ന പ്രത്യേകത കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമാണ് മണ്ഡലം. 2011 ഇരുവരും മുഖ്യ എതിരാളികളായി ആദ്യ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുന്നത്. അന്ന് സണ്ണി ജോസഫിനോട് കേവലം 3440 വോട്ടുകൾക്കാണ് ടീച്ചർ പരാജയപ്പെട്ടത്. പേരാവൂരിൽ ശൈലജ ടീച്ചർക്ക് ഇത് മൂന്നാം മത്സരമാണ്. 2006 കോൺഗ്രസിലെ AD മുസ്തഫയെ 9099 വോട്ടിന് പരാജയപ്പെടുത്തി ജയിച്ചു. ആ വിജയം ആവർത്തിക്കാനാണ് 2011 വീണ്ടും മത്സരിച്ചത്. മൂന്നാം ഊഴവുമായി ഇത്തവണയും എത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 തവണ മത്സരിച്ച ശൈലജ 4 ജയങ്ങളോടെ 20 വർഷം ജനപ്രീതി നേടി. 1996 2014 കൂത്തുപറമ്പിലും 2006 പേരാവൂരിലുമായിരുന്നു ജയം. മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലും വിജയിച്ചു. നിയമസഭയിൽ 6ാമത്തെ മത്സരമാണ് പേരാവൂരിലേത്. വടകര ലോക്സഭയിലേതുൾപ്പെടെ 7ാമത്തെ മത്സരവും. പേരാവൂരിൽ സണ്ണി ജോസഫിന് 4ാം ഊഴമാണിത്. 2011 മുതൽ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലെ 2 പ്രമുഖർ ഏറ്റുമുട്ടുന്നതോടെ പേരാവൂരിൽ ഇത്തവണ മത്സരം കനക്കുമെന്നുറപ്പാണ്. പേരാവൂർ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുക, KPCC പ്രസിഡന്റിനെ തറ പറ്റിക്കുക. കണ്ണൂരിലെ UDF കേന്ദ്രത്തിൽ KK ശൈലജയെ തന്നെ CPM കളത്തിലിറക്കിയതിന്റെ ലക്ഷ്യം ഒന്നു മാത്രം: മണ്ഡലം പിടിച്ച് അഭിമാന പോരാട്ടത്തിൽ വിജയിച്ച് കയറുക. കണ്ണൂർ എന്ന CPMന്റെ ചെങ്കോട്ടയിലെ UDF മണ്ഡലത്തിൽ CPMന്റെ കരുത്തുറ്റ മുഖങ്ങളിലൊന്നായ ശൈലജയെ തന്നെ നിയോഗിക്കാൻ പാർട്ടി തീരുമാനിച്ചതും അതേ കാരണം കൊണ്ട് തന്നെയാണ്. KK ശൈലജയെ നിർത്തുന്നത് സണ്ണി ജോസഫിന്റെ വിജയസാധ്യത ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണെന്ന് പറയുന്നവരാണ് ഏറെയും. 2006 കോൺഗ്രസിനെ അട്ടിമറിച്ച് പേരാവൂർ പിടിച്ചടക്കിയ ശൈലജ ഇക്കുറിയും വിജയിച്ച് കയറുമെന്ന കണക്കുകൂട്ടലാണ് CPM ആ തീരുമാനത്തിലെത്തിയതെന്നും പറയപ്പെടുന്നു. എതിരാളിയാകട്ടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അതോടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രമായ മണ്ഡലമായി പേരാവൂർ മാറി. 1.5 പതിറ്റാണ്ടിനപ്പുറം സണ്ണി ജോസഫും ശൈലജയും വീണ്ടും നേർക്കുനേർ വരുമ്പോൾ കടുത്ത പോരാട്ടം കനക്കുമെന്നുറപ്പാണ്. 2021 പേരാവൂരിൽ കിതച്ചു ജയിച്ച സണ്ണി ജോസഫ് ഇത്തവണ ശൈലജയ്ക്ക് മുമ്പിൽ വീഴുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ഉറച്ച പാർട്ടി വോട്ടുകൾക്കൊപ്പം ശൈലജയുടെ ജനപ്രീതിയും കൂടി വോട്ടാകുമ്പോൾ സീറ്റ് തിരിച്ചു പിടിക്കാമെന്ന് പാർട്ടി കരുതുന്നു. പേരാവൂരിനെ ഒരു തവണ ഞെട്ടിച്ചതിന്റെ ചരിത്രം കൂടി ശൈലജക്കുണ്ട്. 2006 പേരാവൂരിൽ മത്സരിച്ച KK ശൈലജ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ആയിരുന്ന AD മുസ്തഫയെ 9099 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. മണ്ഡലം രൂപീകൃതമായ ശേഷം ഇടതുപക്ഷം നേടിയ ഏറ്റവും വലിയ വിജയമായിരുന്നു അത്. ഇത്തവണ അത് ആവർത്തിക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. എന്നാൽ ഒരിക്കൽ അടിതെറ്റിയ പേരാവൂരിൽ വീണ്ടും മത്സരിപ്പിക്കുന്നത് സണ്ണി ജോസഫിനെ വീണ്ടും ജയിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ ഇതെന്ന് പറയുന്നവരുമുണ്ട്. 2006 AD മുസ്തഫയെ തോൽപ്പിച്ച് UDFൽ നിന്നും മണ്ഡലം പിടിച്ചെടുത്ത ശൈലജ 2011 വീണ്ടും മത്സരിച്ചെങ്കിലും സണ്ണി ജോസഫിനോട് 3440 വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് സണ്ണി ജോസഫ് പേരാവൂരിൽ ഇരിപ്പുറപ്പിച്ചു. നിയമസഭയിലേക്ക് 5 തവണ മത്സരിച്ച KK ശൈലജ സണ്ണി ജോസഫിനോട് മാത്രമാണ് തോറ്റത്. 4 ജയങ്ങളോടെ 20 വർഷം MLA ആയിരുന്നു. 1996 2016 കൂത്തുപറമ്പിലും 2006 പേരാവൂരിലും 2021 മട്ടന്നൂരിലും MLA ആയി. 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ശൈലജ കഴിഞ്ഞ തവണ മട്ടന്നൂർ മണ്ഡലത്തിൽ ജയിച്ചത്. ഇക്കുറി ജനവിധി എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം.